ജ്ഞാനസഭ എന്ന പേരിൽ RSS ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ വലിയൊരു പരിപാടി സംഘടിപ്പിച്ചു. കേരളത്തിലെ 4 സർവകലാശാല VC-മാരാണ് ഇന്നലെ ആ പരിപാടിയിൽ പങ്കെടുത്തത്. സർക്കാരിൻ്റെ കടുത്ത അതൃപ്തി മറികടന്നും അതിൽ 2 പേർ ഇന്നും സമ്മേളനത്തിൽ തുടർന്നു. സർവകലാശാലകളിൽ ആധിപത്യം ഉറപ്പിക്കാൻ ഉറച്ചു തന്നെയാണോ RSS? ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അടക്കം 3 മന്ത്രിമാർ ഇന്ന് RSSന്റെ പരിപാടിക്ക് പോയ VC-മാർക്കെതിരെ അതിശക്തമായ വിമർശനമുയർത്തി ആഞ്ഞടിച്ചു. പ്രതിപക്ഷ കക്ഷികളും വിദ്യാഭ്യാസ വിചക്ഷണരും VC-മാരെ വിമർശിച്ച് രംഗത്തെത്തി. RDX വിശദമായി പരിശോധിക്കുന്നു. വിനീത വിധേയരാവുകയാണോ VC-മാർ? ആദ്യം RDX റാപ്പ്. NCERT സിലബസ് പരിഷ്കരണമടക്കം വിവാദമായതിന് പിന്നാലെയാണ് കേരളത്തിലെ സർവകലാശാലകളും ലക്ഷ്യമാക്കിയുള്ള RSS നീക്കം. കൊച്ചിയിൽ RSS സംഘടിപ്പിച്ച വിദ്യാഭ്യാസ സമ്മേളനത്തിലെ പങ്കാളിത്തത്തിലൂടെ വൈസ് ചാൻസലർമാർ സംഘപരിവാറിന് വിധേയരായെന്നാണ് ആക്ഷേപം. കേരള VC മോഹൻ കുന്നുമൽ, കാലിക്കറ്റ് VC P രവീന്ദ്രൻ, കുഫോസ് VC A ബിജുകുമാർ, കണ്ണൂർ VC KK സാജു എന്നിവരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. വിദ്യാഭ്യാസത്തിലൂടെ വികസിത ഭാരതം എന്ന വിഷയത്തിലെ ചർച്ചയിൽ 4 പേരും സംസാരിച്ചു. RSS സർസംഘചാലക് മോഹൻ ഭാഗവത്, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്നിവരായിരുന്നു പരിപാടിയിലെ മുഖ്യ ആകർഷണം. കേരളത്തിലെ അക്കാദമിക രംഗത്ത് ഇടപെടാനുള്ള സംഘപരിവാർ നീക്കത്തിൽ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. വിദ്യാഭ്യാസ വിചക്ഷണർക്കൊപ്പം ഭരണ പ്രതിപക്ഷ മുന്നണികളും രംഗത്തെത്തി. സംഘപരിവാർ പരിപാടി ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും യോജിക്കാൻ കഴിയാത്തതെന്നാണ് വിമർശനം. അതേസമയം സർക്കാരിനെ വെല്ലുവിളിച്ച് കേരള, കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർമാർ ഇന്നും പരിപാടിയിൽ പങ്കെടുത്തു. RDX റാപ്പ്, ന്യൂസ് മലയാളം. ഗവർണർ വൈസ് ചാൻസലർമാരെ ഭീഷണിപ്പെടുത്തിയാണ് സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചതെന്ന് വിദ്യാഭ്യാസ മന്ത്രി B ശിവൻകുട്ടി ആരോപിച്ചു. ഗവർണർ RSSന്റെ പ്രവാചകനും പ്രചാരകനുമായെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തിലെ വൈസ് ചാൻസലർമാരെ ഗവർണർ എന്നുള്ള നിലയിൽ തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിർബന്ധപൂർവം ഭീഷണിപ്പെടുത്തിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, മതേതരത്വത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായിട്ട് മഹേഷ് ചന്ദ്രൻ ചേരും. മഹേഷ്, ഇതിപ്പോൾ കേരളത്തിൽ ഇത് വലിയ പ്രശ്നമായിട്ടുണ്ട്. നേരത്തെ തന്നെ വൈസ് ചാൻസലർമാർ ഇങ്ങനെ RSSന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നു എന്നത് പലതവണയായിട്ട് നമ്മൾ തന്നെ ഇവിടെ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ പക്ഷേ ജ്ഞാനസഭ എന്ന പേരിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു പരിപാടി നടത്താൻ RSSന് സാധിച്ചിരിക്കുന്നു. RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ അവിടെ വന്നിരിക്കുന്നു. ഇതിപ്പോൾ മുന്നോട്ടേക്ക് ഉള്ള ദിവസങ്ങളിൽ കൂടെ വലിയ ചർച്ചയാകുന്നതായിരിക്കില്ലേ? ഈ സംസ്ഥാന സർക്കാർ എങ്ങനെ നേരിടാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്? സനീഷ്, ഇത് തികഞ്ഞ അപമാനമാണെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു. കാരണം വൈസ് ചാൻസലർമാർ ഇങ്ങനെ കൂട്ടത്തോടെ RSSന്റെ പരിപാടിയിലേക്ക്, സംഘപരിവാറിൻ്റെ പരിപാടിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ ഇക്കാര്യത്തിൽ പരിമിതികളുണ്ട് സംസ്ഥാന സർക്കാരിന്. കാരണം വൈസ് ചാൻസലർമാർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾ കൃത്യമായി അറിയുന്നവർ തന്നെയാണ് ഈ വൈസ് ചാൻസലർമാർ എന്നുള്ളതാണ് ശ്രദ്ധേയം. നമുക്കറിയാം, തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ആദ്യം സർവകലാശാല സ്ഥാപിക്കുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീനെയാണ് ആദ്യമായിട്ട് വൈസ് ചാൻസലറായിട്ട് ക്ഷണിക്കുന്നത്. അതുപോലെ ഉന്നത പദവിയായിട്ട് കണ്ട ഇരുന്ന ഒരു പദവിയാണ് വൈസ് ചാൻസലർ. ആ പദവിയിലേക്ക് വന്ന ആളുകളാണ് ഇപ്പോൾ 4 പേർ പോയിട്ട് ഒരു രാഷ്ട്രീയമായി ബന്ധമുള്ള ഒരു സംഘടനയുടെ, അതും അതിനപ്പുറത്തേക്ക് വർഗീയ സ്വഭാവമുള്ള ഒരു സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ജ്ഞാനസഭ എന്നാണ് അതിൻ്റെ പേരെങ്കിൽ പോലും നമ്മളതിനെ മറ്റൊരു തരത്തിൽ കണ്ടാൽ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് CPIM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. അവർ ദേശീയ തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിലോ ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നു. അതിലേക്ക് മോഹൻ ഭഗവത്തിനെ ഇപ്പോൾ ഇവിടെ വിളിച്ചതുപോലെ തന്നെ MA ബേബി വിളിക്കുന്നു. MA ബേബി അത്ര കാര്യങ്ങൾ പറയുന്നു. അതൊക്കെ കേട്ട് തലകുലുക്കുന്ന തരത്തിലേക്ക് വൈസ് ചാൻസലർമാർ മാറുന്നു എന്ന് പറയുന്നത് ഒരു വളരെ മോശമായ സ്ഥിതിയാണ്. അപ്പോൾ ഈ വൈസ് ചാൻസലർ എന്ന് പറയുന്ന പദവി, ആ പദവിക്ക് നിരക്കാത്ത തരത്തിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് ഇവർ പോയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇക്കാര്യത്തിൽ ഈ സംഘടന ജ്ഞാനസഭ ഉദ്ദേശിക്കുന്നത് അവർ വിദ്യാഭ്യാസത്തിൻ്റെ ഭാരതീയവൽക്കരണം എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസം കോളനിവൽക്കരണപ്പെട്ടു. പണ്ട് മെക്കാളെ കൊണ്ടുവന്ന സമ്പ്രദായം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നതൊക്കെയാണ് ഇവരുടെ വാദഗതി. പക്ഷേ മെക്കാളെ കൊണ്ടുവന്ന സമ്പ്രദായത്തിന് ഒത്തിരി മുന്നോട്ട് പോയി. ഇനിയും മാറ്റങ്ങൾ വേണ്ടതുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ നേരിട്ട് അത്തരമൊരു മാറ്റത്തിൽ ശ്രമിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ സംഘപരിവാർ സംഘടന നേതൃത്വം നൽകുന്ന ഇത്തരമൊരു ചർച്ചയിലേക്ക്, ഇത്തരമൊരു സംവാദത്തിലേക്ക്, ഇത്തരമൊരു പരിപാടിയിലേക്ക് എങ്ങനെയാണ് കേരളത്തിലെ 4 വൈസ് ചാൻസലർമാർ ഒരു ഉളുപ്പുമില്ലാതെ പോയിരിക്കുന്നത് എന്നുള്ള ചോദ്യം, അതിന് ഉത്തരം നൽകേണ്ടത് അവർ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കാണേണ്ടതുമുണ്ട്. കാരണം സർക്കാരിന് ഇക്കാര്യത്തിൽ പരിമിതികളുണ്ടെന്ന് നല്ല ബോധ്യം അവർക്കുണ്ട്. അതുതന്നെയാണ് അവർക്ക് ബലമാകുന്നതും. പക്ഷേ ഇത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സംഗതി കൂടിയാണ് എന്നുകൂടി ചേർത്ത് വായിക്കണം സനീഷ്. ശരി, നന്ദി മഹേഷ് ആ വിവരങ്ങൾക്ക്. ഇത് ഹർഷൻ, നമുക്കറിയാം ഇത് വലിയ അത്ഭുതം ഉണ്ടാക്കേണ്ടുന്നൊരു സംഗതിയാണ്. ഒരു 5-10 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ ഒരു
ഏതെങ്കിലും നിലക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക മറ്റൊരു സംഘടനയല്ല RSS. ഒരു തരത്തിലും എന്തെങ്കിലും അധികാരവാദികളുള്ള സംഘടനയല്ല RSS. ആ RSSൻ്റെ നേതാവ് വന്നിട്ട് ഒരു യോഗം വിളിച്ചിട്ട് സംസ്ഥാനത്തെ VC-മാർ മുഴുവൻ അതിനകത്ത് യാതൊരു മടിയുമില്ലാതെ പങ്കെടുക്കുകയാണ്. അതായത് ഒരു മല്ലികാർജ്ജുൻ ഖാർഗെയോ MA ബേബിയോ വിളിച്ചിട്ടൊരു പരിപാടിയിൽ ഈ VC-മാരെല്ലാം പോയി പങ്കെടുക്കുന്ന പോലെയുള്ളൊരു വിചിത്രമായ കാര്യം. പക്ഷേ ഒട്ടും അത്ഭുതമായിട്ട് മാധ്യമങ്ങൾക്ക് പോലും ചെറിയ ചെറിയ വാർത്തകൾ എല്ലായിടത്തും വരുന്നത് VC-മാർക്ക് ഒട്ടും തോന്നുന്നില്ല. അപ്പോൾ ഇത് RSSന് സകലമാന സംഗതികളെയും ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നത് സാമാന്യവൽക്കരിക്കുന്ന, അങ്ങനെ നോർമലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം അതിനെ ചരിത്രപരമായിട്ട് വിലയിരുത്താൻ, അല്ലേ? ഇത് കേരളത്തിലേക്ക് വരുമ്പോഴാണ് ഇതിൽ ഇപ്പോഴുള്ള ഈ ആശങ്കയും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നത്. കാരണം ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മിക്കവാറും എല്ലായിടത്തും ഈ ശിക്ഷാ സംസ്കൃതി ഉദ്ധാൻ്റെ പരിപാടികൾ ഈ മട്ടിൽ സംഘടിപ്പിക്കാറുണ്ട്. അവിടെ ഈ പറയുന്ന വൈസ് ചാൻസലർമാർ പ്രത്യേകം പങ്കെടുക്കാറുമുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലമായി, കഴിഞ്ഞ ഒരു 10 വർഷമായി അതുണ്ട്. 2007-2010 മറ്റോ ആണ് ഈ ശിക്ഷാ സംസ്കൃതി ഉദ്ധാൻ എന്ന് പറയുന്ന ഈ സംവിധാനം ആരംഭിക്കുന്നത്. അത് നമ്മൾ ഈ മുമ്പ് വലിയ വിമർശനമൊക്കെ നേരിട്ടിട്ടുള്ള ദിനാനാഥ് ബത്ര എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമാണ് മരിച്ചുപോയത്. അദ്ദേഹമാണ് RSSന് വേണ്ടി ഈ സംവിധാനമൊക്കെ വിഭാവനം ചെയ്യുന്നത്. അദ്ദേഹം ഈ RSSൻ്റെ മുഴുവൻ സ്കൂളുകളുടെയും ചുമതലക്കാരനുമൊക്കെ ആയിരുന്നു. നിരന്തരം ഒരു വ്യവഹാരി എന്നുകൂടി പറയാം. കാരണം അദ്ദേഹം നിരന്തര വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരുന്നത് ഈ NCERT-യുമായി ബന്ധപ്പെട്ട് പാഠഭാഗങ്ങളിലുള്ള ശാസ്ത്രീയമായ പല വിഷയങ്ങളും ഒഴിവാക്കാനും എന്നാൽ യുക്തിഭദ്രമല്ലാത്ത കുറേ കൂടി മിത്തുകളെ ഉൾപ്പെടുത്താനും ഒക്കെ ശക്തമായി വാദിച്ചിരുന്ന ആളാണ് അദ്ദേഹം. സ്വാഭാവികമായി ഇപ്പോൾ നമ്മൾക്കറിയാമല്ലോ, ഇപ്പോൾ കേരളത്തിൽ തന്നെ ചില ജഡ്ജിമാർക്ക് ഈ ഭരണഘടനയിൽ വേണ്ടത്ര ധർമ്മ സംഗതികൾ, അതായത് ഭാരതീയ പാരമ്പര്യവുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഇവിടുത്തെ മിത്തുകളുമായി ബന്ധപ്പെടുത്തിയുള്ള ചില സംഗതികൾ കൂടി ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന പരാതിയൊക്കെ ഉള്ളവരുണ്ട്. ആ മട്ടിൽ പരാതിയുള്ള ഒരാളാണ്. അത് വിദ്യാഭ്യാസ രംഗത്ത് അതേ പരാതി, ഈ RSSൻ്റെ ഈ പരാതി ഉള്ള ഒരാളായിരുന്നു. നിരന്തരം അദ്ദേഹം അത് നിയമ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ MF ഹുസൈനെതിരെ കേസ് കൊടുത്തിട്ടുള്ള ആളാണ് ഈ ദിനാനാഥ് ബത്ര. അപ്പോൾ അങ്ങനെ ഒരാൾ, അദ്ദേഹം സങ്കല്പിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് മുമ്പ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട വാദങ്ങൾ വേണമെങ്കിൽ ഞാനൊന്ന് ആവർത്തിക്കാം. അവിടെയൊക്കെയാണല്ലോ നമ്മളുടെ VC-മാർ പോയിരുത്തി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് VC-മാർ കാണുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്നത്തെ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റിപ്പോർട്ടർ ഷീന ഈ കൂട്ടത്തിൽ പങ്കെടുത്ത ഒരു VC-യോട് ചെന്ന് ചോദിച്ചപ്പോൾ ന്യൂസ് മലയാളത്തിനാണെങ്കിൽ തരില്ല, ഞങ്ങളോട് നന്നായിട്ടല്ല പെരുമാറുന്നത് കാണുന്നുണ്ട് ഇവിടെ. പറഞ്ഞോ. അപ്പോൾ അദ്ദേഹം പോയിരിക്കുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 40 എഞ്ചിനുള്ള വിമാനം പണ്ട് പുരാണ കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്നു. പുഷ്പക വിമാനം മാത്രമല്ല, പൊതുവെ ഇതിനേക്കാൾ പവർ കൂടിയ വിമാനം ഉണ്ടായിരുന്നു. അത് ആ കാലത്ത് കണ്ടെത്തിയതാണ്. പിന്നെ ഈ സ്റ്റെം സെൽ സാങ്കേതിക വിദ്യയൊക്കെ അത് ഈ കൗരവജനനമൊക്കെ ആ നിലയ്ക്ക് ഉണ്ടായതാണ് എന്നുള്ള വാദം അടക്കമുള്ള വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന. അതുമാത്രമല്ല, ഇപ്പോൾ പുരാണങ്ങളിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതായത് മാംസഭക്ഷണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, അതൊക്കെ അന്ന് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അത് തെറ്റാണ്. പശുവിനെ ആ കാലത്ത് മുതലേ ആരാധിച്ചിരുന്നതാണ്. ഇതൊക്കെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുകയും ചില സംസ്ഥാനങ്ങളിൽ ആ മട്ടിൽ തന്നെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി പോവുകയും ചെയ്യുന്ന പരിപാടിക്ക് ചുക്കാൻ പിടിച്ചിരുന്നയാളാണ് ഈ ദിനാനാഥ് ബത്ര. അദ്ദേഹത്തിൻ്റെ ആ പദ്ധതികളും ആ പാരമ്പര്യവും പിന്തുടരുന്ന സംഘടനയാണിത്. കാര്യം അത് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്, വലിയ പ്രസ്ഥാനം തന്നെയാണ്. അതേക്കുറിച്ച് ഓർക്കുമ്പോൾ വേറെ ചില ആശങ്കകൾ ആ നിലയ്ക്ക് നമുക്കുണ്ടാവും. പക്ഷേ അവിടെ ആ പദ്ധതിയുടെ നടത്തിപ്പ് എന്നത് തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെ ആ മട്ടിൽ മാറ്റി തീർക്കാമെന്നുള്ള ആലോചന നടക്കുന്ന ഒരിടത്ത് നമ്മുടെ പ്രധാനപ്പെട്ട VC-മാർ പോയി ഇരിക്കുകയാണ്. എവിടുത്തേക്ക് VC-മാർ? കേരള യൂണിവേഴ്സിറ്റിയിലെ ഈ പറയുന്ന മോഹൻ കുന്നുമലിനെ പോലെയുള്ള കക്ഷികളൊക്കെ പോയിരിക്കുക. അയാൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ആ ഇരിക്കുന്ന കസേരയിൽ ഒരു ചെറിയ വ്യത്യാസത്തിനാണ്, അല്ലെങ്കിൽ അവിടെ ഐൻസ്റ്റീനെ വരെ പരിഗണിച്ച കസേരയിലാണ് ഇരുന്നുകൊണ്ട് ഈ പരിപാടി പ്രശ്നമുള്ളതുകൊണ്ട് ചിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഹർഷൻ പറയുന്നതിൽ ഒരുപാട് സ്ഥലത്ത് ഉറക്കെ ചിരിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഹർഷൻ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത കാര്യത്തിൽ ബജ്രംഗ് ദൾ, ഈ ബജ്രംഗ് ദൾ ഏതാ പാർട്ടി, ഏതാ സംഘടന? RSSൻ്റെ സംഘടനയാണ്. RSSൻ്റെ സംഘപരിവാറിൻ്റെ സംഘടനകൾ ഒന്നായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ യുവജന സംഘടനയാണ് ബജ്രംഗ് ദൾ. ബജ്രംഗ് ദൾ നേരത്തെ ഈ കുഴപ്പമുണ്ടാക്കാൻ, ഇത് കാണുന്ന വള്ളിയിലച്ചന്മാർ കൂടെ മനസ്സിലായിക്കോട്ടെ, അതായത് ഈ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി
ചെയ്ത ഈ കാര്യങ്ങളുണ്ടല്ലോ, എന്താ അവരുടെ മനസ്സിലിരിപ്പ്? അവരുടെ രാഷ്ട്രീയമാണത്. അവരുടെ രാഷ്ട്രീയം എന്താണ്? ക്രിസ്ത്യാനികൾ ശരിയല്ല, അവർ മതപരിവർത്തനം നടത്തുകയാണ്, ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ലോകത്താണ് ആകെ വേണ്ടത്. ഈ പരിപാടി രാഷ്ട്രീയമുള്ള ഒരു സംഘടനയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ആ രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കുന്ന അവരുടെ മാതൃസംഘടനയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. അതിൻ്റെ മുകളിലുള്ള മാതൃസംഘടനയാണ് RSS. ആ RSSന്റെ തലവനാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരം ജയിച്ചിട്ടില്ലാത്ത മോഹൻ ഭഗവത്. അദ്ദേഹം വിളിച്ചിരിക്കുന്ന ഒരു പരിപാടിയിലാണ് പോയിട്ടിരിക്കുന്നത്. ആര്? ഈ VC-മാർ. അതായത് ഈ മതപരമായിട്ടുള്ള മുൻവിധികൾ ക്യാമ്പസുകളിലൂടെ നമ്മുടെ ഭാവിയിലുള്ള കുട്ടികളെ പഠിപ്പിക്കണം എന്നതാണ് ആത്യന്തികമായിട്ട് ഈ കാര്യങ്ങൾ. അതായത് ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ് ഭാരതത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം. ആ ഭാരതത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങളെല്ലാവരും കൂടെ സഹായിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്, ഈ ജ്ഞാനസഭ വിളിച്ചിരിക്കുന്നത്. അതിനകത്തേക്കാണല്ലോ ഇവർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകൾ മതജാതി വ്യത്യാസമില്ലാതെ അവരവരുടെ കുട്ടികൾ ഭാവിയിൽ ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഈ കാര്യം കണ്ട് മനസ്സിലാക്കട്ടെ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അതുപോലുള്ള ഈ പറയുന്ന VC-മാർക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. പക്ഷേ ഈ മോഹൻ ഭഗവത്തിൻ്റെ അതേ രാഷ്ട്രീയമുള്ള ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവർ രണ്ടുപേരും, അദ്ദേഹവും RSSന്റെ പ്രചാരകനായിരുന്നു. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുള്ളത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചാൽ ഈ VC-മാരെല്ലാം പോകണമെന്ന് തന്നെ നമ്മൾ പറയും. ഞാനും പറയും അവിടെ ഉറപ്പായിട്ടും പോയിട്ടിരിക്കണം. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSSന്റെ പ്രചാരകനാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മോഹൻ ഭഗവത്തിൻ്റെയും ബജ്രംഗ് ദളിൻ്റെയും അതേ രാഷ്ട്രീയമായിരിക്കുമ്പോൾ തന്നെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കട്ടപ്പെട്ടിക്കകത്താക്കിയിരിക്കുന്ന ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അദ്ദേഹം വിളിച്ച പരിപാടിയിൽ കൃത്യമായിട്ടുള്ള നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങളെ പറയാൻ പറ്റൂ. അതുകൊണ്ട് പിണറായി വിജയൻ വിളിച്ച പരിപാടിക്ക് VC-മാർക്ക് പോകാം, പക്ഷേ MAV വിളിച്ച പരിപാടിക്ക് പോകാൻ പാടില്ല. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ വിളിച്ച പരിപാടിക്ക് പോകാം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന ഭരണഘടനാ പദവിയുള്ള ആൾ വിളിച്ച കോൺഗ്രസ് നേതാവ് വിളിച്ച പരിപാടിക്ക് പോകാം. പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ച പരിപാടിക്ക് VC-മാർക്ക് പോകാൻ അധികാരമില്ല. അത്രക്ക് പോലും അധികാരമില്ല ഈ പറഞ്ഞ കോൺഗ്രസും CPM ഒക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത, ജനങ്ങളോട് യാതൊരു ഓഡിറ്റിങ്ങും ഇല്ലാത്ത ഇതുപോലുള്ള ഫ്രിഞ്ച് സംഘടനകളുടെ കൂടെ രാഷ്ട്രീയം കൈയാളുന്ന ഒരു പരിപാടിക്ക് പോയിട്ട് ഈ യോഗ്യന്മാരായിട്ടിരിക്കുകയാണ്. എന്നിട്ട് മൈക്ക് കൊണ്ടുവന്നപ്പോൾ ഞങ്ങളോട് സംസാരിക്കില്ലെന്ന്. അധികാര സ്ഥാനങ്ങൾ ഇടപെടാൻ RSSന് അവസരം കിട്ടിയിടത്തെല്ലാം സിലബസുകൾ അവർക്ക് അനുകൂലമാക്കാൻ അവർ ശ്രദ്ധാപൂർവ്വം ഇടപെട്ടിട്ടുണ്ട്. ചരിത്ര പുസ്തകങ്ങളിൽ മാത്രമല്ല ഭാഷാ പഠനത്തിലും ശാസ്ത്ര പഠനത്തിലുമെല്ലാം സൂക്ഷ്മത്തിലും സ്ഥൂലത്തിലും ഇടപെടാൻ അവർ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിനെ സ്വന്തം വളർച്ചയ്ക്കുള്ള അടിവളമായാണ് ആ സംഘടനയും അത് നിയന്ത്രിക്കുന്ന അനുബന്ധ സംവിധാനങ്ങളും കണക്ക് കൂട്ടുന്നത്. രാജ്യമാകെ സുഘടിതമായ സംവിധാനത്തിന് ഇനിയും കാര്യമായി കാര്യപ്പറ്റാനാകാത്ത ഇടമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല. അതിനുള്ള വിടവുകളും വിള്ളലുകളും തേടിയുള്ള അന്വേഷണമാണ് ഗവർണർമാരിലൂടെ VC-മാർ വഴി സർവകലാശാലകളിലേക്കുള്ള ഷോർട്ട് കട്ട് എന്ന സമവാക്യത്തിൽ എത്തി നിൽക്കുന്നത്. VC-മാരെ മുൻനിർത്തി ഗവർണർ ഒരു ഭാഗത്തും സംസ്ഥാന സർക്കാർ എതിർഭാഗത്തു നിന്നുള്ള യുദ്ധം ഇനിയും തുടരും. രണ്ടും ഭരണഘടനാപരമായ സ്ഥാനങ്ങളാണ്. ഭരണഘടനാ മൂല്യങ്ങളും ധാർമ്മികതയും ഉയർത്തിപ്പിടിക്കുന്ന ഭാഗമാകും വിജയിക്കുക എന്ന് RDX ഉറച്ചു കരുതുന്നു, പ്രത്യാശിക്കുന്നു.